പത്തനാപുരം ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ ഭിന്നശേഷി കുട്ടികൾക്കായി ദിവ്യാംഗ് കലോത്സവം കായംകുളം TA കൺവെൻഷൻ സെന്ററിൽ ബുധനാഴ്ച ആരംഭിക്കും. മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം നിർവഹിക്കും. പത്തനാപുരം ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലയിലെ ഭിന്നശേഷി കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന ദിവ്യാംഗ് കലോത്സവം കായംകുളം TA കൺവെൻഷൻ സെന്ററിൽ നാളെ ആരംഭിക്കും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ മലങ്കര കത്തോലിക്ക സഭ മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്തിയോസ് അധ്യക്ഷത വഹിക്കും. ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ സ്വാഗതം പറയും. മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം നിർവഹിക്കും. ഭിന്നശേഷി മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ഹരിപ്പാട് സബർമതി സ്പെഷ്യൽ സ്കൂൾ രക്ഷാധികാരി രമേശ് ചെന്നിത്തല MLAക്ക് 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന ദിവ്യാംഗ് സുരക്ഷാ ശ്രേഷ്ഠ പുരസ്കാരം നൽകും. അഡ്വക്കേറ്റ് പ്രതിഭ MLA, സമസ്ത കേന്ദ്ര മുശാവറ അംഗം ത്വാഹ മുസ്ലിയാർ, ചെറുകോട് ശുഭാനന്ദാശ്രമം ജനറൽ സെക്രട്ടറി ഗീതാനന്ദ സ്വാമി, ചലച്ചിത്ര നാടക നടൻ പ്രമോദ് വെളിയനാട്, സംസ്ഥാന ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാൻ N അലി അബ്ദുള്ള, കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ P ശശികല, മുൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A അബ്ദുൽ ഹക്കീം എന്നിവർ സംസാരിക്കും. ഗാന്ധിഭവന്റെ രണ്ടാമത് ഭിന്നശേഷി കലാമേള ഈ വരുന്ന 22, 23 തീയതികളിൽ കായംകുളം TA കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുകയാണ്. 22-ന് വൈകിട്ട് 4 മണിക്ക് കായംകുളം TA കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ദിവ്യാംഗ് കലോത്സവത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംഘാടക സമിതിയുടെ ചെയർമാനായിട്ടുള്ള പ്രിയങ്കരനായ ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്തിയോസ് മെത്രാപ്പൊലീത്തായുടെ അധ്യക്ഷതയിൽ കൂടുന്ന സമ്മേളനം ബഹുമാന്യനായ ഗാന്ധിഭവന്റെ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ സ്വാഗതം ആശംസിക്കുന്നു. ആ ചടങ്ങ് മുൻ ഗോവ ഗവർണറും എഴുത്തുകാരനും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ ശ്രദ്ധേയ സാന്നിധ്യമായ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള സാർ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ആ ചടങ്ങിൽ വെച്ച് ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഹരിപ്പാട് സബർമതി സ്പെഷ്യൽ സ്കൂളിൻ്റെ രക്ഷാധികാരി പ്രിയങ്കരനായ രമേശ് ചെന്നിത്തല MLAക്ക് ഗാന്ധിഭവൻ ദിവ്യാംഗ് സുരക്ഷാ ശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിക്കുകയാണ്. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന ഫലകവും അടങ്ങുന്ന പുരസ്കാരം അദ്ദേഹത്തിനെ തെരഞ്ഞെടുത്തിട്ടുള്ള ജൂറികൾ കേരളത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരനും സാഹിത്യകാരനുമായ ജോർജ് ഓണക്കൂർ, ആകാശവാണി മുൻ പ്രോഗ്രാം ഡയറക്ടറായിരുന്ന മുരളീധരൻ തഴക്കര, സാമൂഹിക പ്രവർത്തകനായ മണക്കാട് രാമചന്ദ്രൻ എന്നിവരടങ്ങുന്ന ജൂറിയാണ് ഈ അവാർഡിനായിട്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ആ അവാർഡ് ബഹുമാന്യനായ ഗോവ ഗവർണർ സമ്മാനിക്കും. മുൻ ഗോവ ഗവർണർ സമ്മാനിക്കും. ഈ കലാമേളയും ഈ ഭിന്നശേഷി കുട്ടികളുടെ ഈ പരിപാടികളെല്ലാം തന്നെ കായംകുളത്തെ പൊതുസമൂഹം ഏറ്റെടുത്താണ് നടത്തുന്നത്. ഇതിൽ ജാതി, രാഷ്ട്രീയ, മതഭേദമന്യേ ഹൃദയാലുക്കളായിട്ടുള്ള നാട്ടിലെ ജനങ്ങൾ ഇതിനെ ഏറ്റെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഇതിനകത്ത് പങ്കെടുക്കുന്നത് കഴിഞ്ഞ രണ്ടാമത്തെ കലാമേളയാണ്. കഴിഞ്ഞ കലാമേളയിലും ഇത് തന്നെയായിരുന്നു അവസ്ഥ. കായംകുളത്തെയും പരിസര പ്രദേശത്തെ എനിക്ക് തോന്നുന്നു ഈ ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ സംഘടനകൾക്കും എല്ലാ വ്യക്തികൾക്കും ഇത് ഒരു വലിയ സന്തോഷത്തോടുകൂടി പങ്കെടുക്കുന്ന ഒരു പദ്ധതിയാണ്, അല്ലെങ്കിൽ ഒരു പരിപാടിയാണ് ഇതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് നൽകുന്ന അവാർഡടക്കം, ജോഷുവ തിരുമേനി അധ്യക്ഷത വഹിക്കുന്ന യോഗങ്ങളടക്കം ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ ആളുകളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷകരമായ വസ്തുതയാണ്. ഇന്ന് തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഈ പറയുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെയും അതുപോലെ അനാഥരായിട്ടുള്ള മാതാപിതാക്കളെയും എല്ലാം സംരക്ഷിക്കുന്ന ഗാന്ധിഭവന്റെ ഈ പരിപാടിയിൽ ഞങ്ങൾക്കെല്ലാം പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഇതോടൊപ്പം ചേർന്ന് നിൽക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. രണ്ടാമത് ജില്ലാ കലോത്സവം ഭിന്നശേഷി മേഖലയിലെ കായംകുളത്ത് വെച്ച് തന്നെ നടക്കുക എന്നുള്ളത് അതിയായ സന്തോഷമുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ പ്രഥമ ഗാന്ധിഭവൻ ജില്ലാ കലോത്സവം കായംകുളത്ത് വെച്ച് കഴിഞ്ഞ വർഷം നടന്നു. അതിനുശേഷം രണ്ടാമത് കായംകുളം വേദിയാകുക എന്നുള്ളത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. നമുക്കറിയാം കായംകുളത്ത് ഭിന്നശേഷി മേഖലയിൽ നമ്മൾ കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കലോത്സവം എല്ലാ വർഷവും സംഘടിപ്പിച്ചു വരുന്നു. ഇപ്പം ഒരു ഗാന്ധിഭവൻ്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി മേഖലയിലുള്ള ഇടപെടി അത് കായംകുളത്തെ ആ മേഖലയിൽ നല്ല ഉണർവാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ കലോത്സവം മാത്രമല്ല, ആ മേഖലയിലുള്ള മുഴുവൻ ആളുകൾക്കും അവരുടെ ക്ഷേമവും അവരുടെ ഉന്നമനവും ലക്ഷ്യമാക്കിക്കൊണ്ട് ഗാന്ധിഭവൻ്റെ ഒരു കയ്യൊപ്പ് ഇവിടെ ശ്രീ ഷമീറിലൂടെ ഡോക്ടർ പുനലൂർ സോമരാജനിലൂടെ ഇവിടെ കായംകുളത്ത് അത് നന്മ വിരിയുന്ന ഒരു കാര്യമാണ്.
അത് തുടർന്നും ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് കായംകുളത്തുകാർക്ക് എന്നതുകൂടി ഈ അവസരത്തിൽ അനുസ്മരിക്കുക. തുടർന്ന് ഗാന്ധിഭവൻ തിയേറ്റർ ഇന്ത്യ അവതരിപ്പിക്കുന്ന ഗാന്ധി നാടകം അരങ്ങേറും. 23-ന് രാവിലെ 9 മണിക്ക് ആലപ്പുഴ ജില്ലയിലെ 15ഓളം സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നും 2 BRCകളിൽ നിന്നുമായി 300ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കലാമേള നടക്കും. സംസ്ഥാന ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാക്കളായ ആദിത്യ സുരേഷ്, മുഹമ്മദ് യാസിൻ എന്നിവർ ചേർന്ന് തിരിതെളിയിക്കും. സിംഗിൾ ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ്, ഫാൻസി ഡ്രസ് എന്നിങ്ങനെ വിവിധ കലാപരിപാടികളും നടക്കും. സമാപന സമ്മേളനം സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ പ്രൊഫസർ PT ബാബുരാജ് ഉദ്ഘാടനം ചെയ്യും. ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി അംഗങ്ങളായ S പവനനാഥൻ, AJ ഷാജഹാൻ, S കേശുനാഥ്, പാലമുറ്റത്ത് വിജയകുമാർ, ശ്രീജിത്ത് പത്തിയൂർ, ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ എന്നിവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, കായംകുളം.